മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടി കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വലിയൊരു ജനസഞ്ചയം അവിടെ എത്തിച്ചേർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കളമശ്ശേരിയിലെ ടൗൺ ഹാളിലാണ് ഇപ്പോൾ മൃതദേഹം കിടത്തിയിരിക്കുന്നത്. പൊതുദർശനം അവിടെ 12 മണി വരെ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ വീട്ടുവളപ്പിലാണ് സംസ്കാരം ഇന്ന് ഉച്ച കഴിഞ്ഞ് തീരുമാനിച്ചിട്ടുള്ളത്. അനുജ രാജേഷ് തത്സമയം ചേരുകയാണ്. ഒരുപക്ഷെ 6 പതിറ്റാണ്ടിലധികം മലയാള സിനിമയെ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ അനുഗ്രഹിച്ചു എന്ന് വേണമെങ്കിൽ അമ്മയെക്കുറിച്ച് നമുക്ക് പറയാം. ആ അമ്മയാണ് ഇവിടെ വാങ്ങിയിരിക്കുന്നത്. അവിടെ നിൽക്കുമ്പോൾ ഒരുപാട് കലാകാരന്മാരും താരങ്ങളും അവിടെ എത്തിച്ചേർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനുജയ്ക്ക് എന്താണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ കഴിയുന്നത്? SK, ഞാനിപ്പോൾ നിൽക്കുന്നത് കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലാണ്. ഇവിടെ പൊതുദർശനം ആരംഭിച്ചിട്ടുണ്ട്. 9 മണി മുതൽ 12 മണി വരെ എന്നുള്ളതാണ് സമയം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ വിവിധ സിനിമാ സംഘടനകളുടെ പ്രതിനിധികളുണ്ട്. ബി ഉണ്ണികൃഷ്ണൻ, കുക്കു പരമേശ്വരൻ, സുരേഷ് കൃഷ്ണ, കൂടാതെ ഭാഗ്യലക്ഷ്മി, അങ്ങനെ സഹപ്രവർത്തകരായൊക്കെ ദീർഘകാലം പ്രവർത്തിച്ചവരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നു. അല്പസമയത്തിനകം മമ്മൂട്ടിയും മോഹൻലാലും ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് അറിയുന്നത്. മമ്മൂട്ടി സിംഗപ്പൂരിലൊരു ഷൂട്ടിങ്ങിലായിരുന്നു. അദ്ദേഹം കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹം എത്തും. കൂടാതെ ചെന്നൈയിൽ നിന്ന് മോഹൻലാലും ഏതാനും നിമിഷങ്ങൾക്കകം ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും എന്നതാണ്. ഇപ്പോൾ അവസാനമായി തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയെ കാണാൻ വേണ്ടി സാധാരണക്കാരായ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. SK, നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഒരു അഭിനയം എന്നതിനപ്പുറത്തേക്ക് എപ്പോഴും ഏതൊരു കഥാപാത്രം നോക്കിയാലും അതിലൊക്കെ ജീവിക്കുന്ന കവിയൂർ പൊന്നമ്മയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ട്. ഒരിക്കലും അസ്വാഭാവികമായ രീതിയിൽ ഒരു അഭിനയം അവരിൽ നിന്ന് കണ്ടിട്ടില്ല. ജീവിക്കുന്ന ഒരമ്മ, നമ്മളുടെ അടുക്കളയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളുടെ മുറ്റത്ത് നിന്നോ ഒക്കെ സിനിമാ സ്ക്രീനിലേക്ക് വന്ന ഒരു അമ്മ, ആ തരത്തിലേക്കാണ് നമുക്ക് കവിയൂർ പൊന്നമ്മയെ എപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. വളരെ ചെറിയ പ്രായം മുതൽ തന്നെ അമ്മ വേഷം സിനിമയിൽ അലങ്കരിച്ചുകൊണ്ട് അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നീട് അതൊരു ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ട നിലയിലേക്ക് പോയി. എങ്കിൽ പോലും വളരെ സന്തോഷത്തോടെ ഇനിയും എനിക്ക് അമ്മ വേഷം ചെയ്ത് മതിയായിട്ടില്ല എന്ന് പറയുന്ന ഒരു കവിയൂർ പൊന്നമ്മയാണ് നമുക്ക് അവസാന കാലങ്ങളിൽ പോലും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ചെയ്ത കാലയളവിലെല്ലാം അമ്മ കഥാപാത്രങ്ങൾ, അതല്ലാതെയും ചില വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അമ്മ എന്ന് പറയുമ്പോൾ, മലയാള സിനിമയിലെ അമ്മ എന്ന് പറയുമ്പോൾ ഇനി പകരം വയ്ക്കാൻ മറ്റൊരമ്മയില്ല എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. ആ തരത്തിലേക്ക് അമ്മ എന്ന തരത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്, ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അഭിനേത്രിയാണ് ഇപ്പോൾ വിട പറയുന്നത്. തൻ്റെ അച്ഛനേക്കാൾ പ്രായമുള്ള സത്യനൊപ്പം അമ്മയായി വേഷം അഭിനയിക്കുമ്പോൾ വളരെ ചെറിയ കുട്ടിയായിരുന്നു കവിയൂർ പൊന്നമ്മ അന്ന്. പക്ഷേ അന്നൊക്കെ എത്ര മനോഹരമായാണ് ആ അമ്മ കഥാപാത്രത്തെ, ആ വേഷത്തെ കവിയൂർ പൊന്നമ്മ സ്ക്രീനിൽ ചെയ്ത് ഫലിപ്പിച്ചത് എന്നുള്ളത് അത്ഭുതത്തോടെ മാത്രമാണ് അന്ന് എല്ലാവരും നോക്കി നിന്നത്. സിനിമ അഭിനേത്രിയാകാൻ താല്പര്യമുണ്ടായിരുന്നില്ല. പിന്നീട് അത് തോപ്പിൽ ഭാസിയുടെ നിർബന്ധത്തിന് വഴങ്ങി, അതത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, ഞാൻ ചെയ്ത് കാണിക്കുന്നത് പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ അഭിനയ രംഗത്തേക്ക് വരുന്നു. അതിനുശേഷം അത് നാടകത്തിൽ തുടങ്ങുന്നു, മൂലധനത്തിൽ പാടാൻ വന്ന് പിന്നെ അഭിനേത്രിയാകുന്നു, സിനിമയിലേക്ക് പോകുന്നു. അത് കാളിദാസ കലാകേന്ദ്രത്തിലെ ഡാൻസ് മാസ്റ്റർ തങ്കപ്പൻ മാസ്റ്ററുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് സിനിമ രംഗത്തേക്ക് പോകുന്നത്. അവിടെയും നല്ല വേഷങ്ങളിൽ തന്നെയാണ് തുടക്കമിടാൻ കഴിഞ്ഞത്. സത്യൻ്റെയും മധുവിൻ്റെയും ഒക്കെ അമ്മയായി അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു കൊച്ചു പെൺകുട്ടിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ അത് ചെയ്തുകൊണ്ട് ആദ്യം ഗ്ലിസറിൻ ഇട്ട് കരഞ്ഞ് ഓടി വന്ന കവിയൂർ പൊന്നമ്മ പിന്നീട് പല വേഷങ്ങളും ആ തരത്തിലേക്ക് ചെയ്തു. എപ്പോഴും നമ്മൾ മനസ്സിൽ ഓർക്കുമ്പോൾ ഒരു നിറഞ്ഞ ചിരിയുള്ള മുഖം, ആ വട്ടപ്പൊട്ട്, നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞ വട്ടപ്പൊട്ട്, ആ വട്ടപ്പൊട്ടിനെ കുറിച്ച് നമ്മളുടെ പരിപാടിയിൽ വന്നും കവിയൂർ പൊന്നമ്മ പറഞ്ഞത് നമ്മൾ ഇന്നലെയൊക്കെ പ്രേക്ഷകരെ കേൾപ്പിച്ചിരുന്നു. MS സുബ്ബുലക്ഷ്മിയെ പോലെ ആയിത്തീരണം എന്നുള്ള ആഗ്രഹം, കലശലായ ആഗ്രഹമായിരുന്നു. പാട്ടിനോടുള്ള ഭ്രമം കുട്ടിക്കാലം മുതലേ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പൊട്ട് എങ്കിലും എനിക്ക് ബാക്കിയാക്കി നടക്കാം എന്നുള്ളൊരാഗ്രഹം. അതുപോലെ വലിയ ഗായികയാകാൻ കഴിഞ്ഞില്ലെങ്കിലും അതുപോലെ തന്നെ തിളങ്ങുന്ന മൂക്കൂത്തി, ഈ 2 കാര്യങ്ങൾ MS സുബ്ബുലക്ഷ്മിയെ അനുകരിച്ചുകൊണ്ട് അത് അവസാനം വരെ ഇപ്പോഴും നമുക്ക് കാണാം. ഇവിടെ നിശ്ചേതനയായി കിടക്കുന്ന സമയത്തും ആ വലിയ പൊട്ട് ആ മുഖത്തുണ്ട്. പാട്ടുകാരിയാകാൻ കഴിഞ്ഞില്ല. ചില സിനിമകളിൽ 8 സിനിമകളിൽ പാടിയിട്ടുണ്ട്, നാടകഗാനങ്ങളിലുമൊക്കെ പാടിയിട്ടുണ്ട്. എങ്കിൽ പോലും ഗായികയാകണമെന്നൊരാഗ്രഹം അത് സഫലീകരിച്ചില്ല ആ തരത്തിലേക്ക്. പക്ഷേ എല്ലാവരുടെയും പ്രിയപ്പെട്ട അമ്മയായി, തലമുറകളോളം എത്രയോ തലമുറകളുടെ അമ്മയായി മാറി. ഇപ്പോഴും ഈ തലമുറയും അമ്മ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് കവിയൂർ പൊന്നമ്മയുടെ മുഖമാണ് സിനിമ മേഖലയിൽ എന്നുള്ളതിനും തർക്കമില്ല. ഇനിയും ഈ തരത്തിലേക്ക് ഒരമ്മ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അത്
ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോഴത്തെ സിനിമകളിൽ അത്തരം അമ്മ കഥാപാത്രങ്ങളെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതിനെക്കുറിച്ചുമൊക്കെ കവിയൂർ പൊന്നമ്മ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 60-കൾ മുതൽ ഏതാണ്ട് കളമശ്ശേരി 2021 വരെ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നിന്ന് അനുജ രാജേഷാണ് നമുക്കൊപ്പം സംസാരിച്ചത്. മലയാളത്തിൻ്റെ നിറചിരിയായി മാറിയ അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന പൊതുദർശനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കവിയൂർ പൊന്നമ്മ എന്ന മഹാനടിയുടെ അഭിനയ ജീവിതത്തിൽ സാക്ഷിയായിട്ടുള്ള മലയാളി സുഹൃത്തുക്കൾ എത്തുന്നു. അതേപോലെ താരസാന്നിധ്യവും അവിടെയുണ്ട്. അല്പം കഴിയുമ്പോൾ മോഹൻലാലും ചെന്നൈയിൽ നിന്ന് എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മലയാളത്തിൻ്റെ മഹാനടന്മാരായ മമ്മൂട്ടി, മോഹൻലാലും ഒക്കെ ഈ നമ്മുടെ പ്രിയപ്പെട്ട അഭിനേത്രിക്ക് വിട ചൊല്ലാൻ കളമശ്ശേരി ടൗൺ ഹാളിലെത്തും എന്നാണ് മനസ്സിലാക്കുന്നത്.